അബുദാബി മർത്തോമ യുവജന സഖ്യം വുമൻസ് ഡേയോടനുബന്ധിച്ച് സേവികാ സംഘവും യൂത്ത് ഫോറവുമായി ചേർന്ന് നടത്തുന്ന ഈ ശാഖാ മീറ്റിംഗിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്രേക്ക് ദ ബയാസ്. Imagine a gender equal world, a world free of bias, stereotypes, and discrimination. A world that is diverse, equitable, and inclusive. A world where difference is valued and celebrated. Together, we can forge women's equality. Collectively, we can all break the bias. ലിംഗസമത്വം സുസ്ഥിരമായ നാളേക്കായി എന്ന വനിതാ ദിന സന്ദേശത്തെ അന്വർത്ഥമാക്കുന്നത് നാളത്തെ തലമുറയെ ഇന്നു തന്നെ ലിംഗസമത്വം ഉറപ്പാക്കി വളർത്തുവാൻ നാം അടങ്ങുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും സാധ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ടിനു കൊച്ചമ്മയെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവും യേശു കർത്താവേ, കർത്താവെ ഈ മനോഹരമായ ദിവസത്തിന്റെ കർത്താവെ വൈകിയ സമയം കർത്താവെ ഞങ്ങൾക്ക് വിമൻസ് ഡേ സെലിബ്രേഷനുമായുടെ ഭാഗമായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഇത്രയും പേർ കർത്താവെ സൂം പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുവാൻ തന്ന നല്ല കൃപയ്ക്കായി ഹല്ലേലൂയ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവ സംഭവബഹുലമായ ഒരു ലോകത്തിലൂടെ കർത്താവെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇത്രത്തോടും കരുണയോടും കൃപയോടും കർത്താവെ ആയുസ്സോടും ആരോഗ്യത്തോടും കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്ന വൻ കൃപയ്ക്കും അങ്ങയുടെ ദയയ്ക്കുമായി കർത്താവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പച്ചായപ്പോൾ നന്ദിയുള്ളവരായിട്ട് വിശ്വസ്തരായി ജീവിപ്പാൻ നാഥ അങ്ങേ ഞങ്ങൾ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളെ കർത്താവെ സ്ത്രീകളായിട്ട് കർത്താവെ ഈ ലോകത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവെ അനേക ഉദ്ദേശം കർത്താവിനുണ്ടല്ലോ കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ഒരു അമ്മയായിട്ടും മകളായിട്ടും കർത്താവെ ഭാര്യയായിട്ടും കർത്താവെ ദൈവം മകളും മരുമകളും കർത്താവെ അങ്ങനെ അനേക ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ കർത്താവെ ദൈവമേ അതൊക്കെയും കർത്താവെ ഏറ്റവും വിശ്വസ്തയോടും കർത്താവെ ദൈവകൃപയോടും കർത്താവെ താഴ്മയോടും വിനയത്തോടും കർത്താവെ ഹല്ലേലൂയ ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവകൃപയോടെ കർത്താവെ മുമ്പോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങൾ എല്ലാവരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപയിൽ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ദൈവമേ കർത്താവിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ കർത്താവെ, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്ന കർത്താവെ യഹോവ ഭക്തിയുള്ള സ്ത്രീയോ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവെ. ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ യഹോവ ഭക്തിയോടെ ജീവിപ്പാൻ ദൈവകൃപയോടെ കർത്താവെ പ്രകാശം പരത്തുന്നവരായി കർത്താവെ ഞങ്ങളെ കാണുന്നവർ യേശുവുള്ളവരെന്ന് പറയുവാൻ, ഞങ്ങളെ കാണുന്നവർ ദൈവകൃപയുള്ളവരെന്ന് പറയുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്നതായ അജിത് അച്ഛനെയും നീതു കൊച്ചമ്മയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കളുടെ ശുശ്രൂഷ മേഖലകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ നാഥാ. ദൈവമേ ഇതിന് കർത്താവെ ഞങ്ങൾക്ക് മെസ്സേജ് തരുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന പ്രിയ ജോൾ ടീച്ചറിനായ സ്തോത്രം. നിന്റെ മകളിലൂടെ കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ഹല്ലേലൂയ മെസ്സേജ് ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങൾ കർത്താവെ അനുഗ്രഹത്തിനും നന്മയ്ക്കും കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്കും എല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണം. അതിന് പ്രകാരം ജീവിപ്പാൻ കർത്താവെ നന്മയുള്ളവരായി കർത്താവെ ജീവിപ്പാൻ ദൈവമേ സ്ത്രീകളായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമയുടെ തലമുറ പ്രിയ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാണമേ. ആദിയോട് അന്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. സർവ്വ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ യേശുവിന്റെ അമ്മ മറിയയുടെ വാക്കുകൾ പോലെ എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്രകാരം കർത്താവിനെ മഹിമപ്പെടുത്തുവാനും ദൈവത്തിൽ ഉല്ലസിക്കുവാനും എല്ലാ വനിതകൾക്കും സാധ്യമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ റീഡിങ്ങിനായി ടിൻഡു റുൻസിയെ
ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പാഠഭാഗമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വചനങ്ങൾ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സെക്കരിയാവിന്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോട് കൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ പാഠഭാഗം അവസാനിച്ചു. ഇന്നലകളിലെ ബലഹീനതകൾ ഇന്നത്തെ കരുത്തായി മാറുമ്പോൾ, ഇന്നലകളിലെ പരിഹാസങ്ങൾ ഇന്നത്തെ അനുമോദനങ്ങളായി മാറുമ്പോൾ, അവളിലെ അവൾ സ്വയം രൂപപ്പെടുത്തുകയായിരുന്നു. നാളെയുടെ പുത്തൻ പ്രഭാതത്തിലെ കത്തുന്ന പൊൻകതിരുകളാകുവാൻ, എരിവെയിലിൽ മങ്ങാത്ത തണലാകാൻ ഓരോ വനിതകൾക്കും സാധ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബ്രേക്ക് ദി ബയാസ് എന്ന ശാഖാ മീറ്റിംഗിൽ സ്വാഗതം അർപ്പിക്കുവാനായി പാരിഷ് മിഷൻ ലേഡി സെക്രട്ടറിയും അധ്യാപികയുമായ സുമാ ബിജുവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വനിതാ ദിനം കൂടെ. സ്ത്രീകളെ പ്രകീർത്തിച്ചും വാനോളം ഉയർത്തിയുമുള്ള മെസ്സേജസ് കൊണ്ട് നമ്മളുടെ മൊബൈൽ ഗാലറി നിറഞ്ഞു കവിഞ്ഞ ഒരു ദിവസം കൂടെ നമ്മളെ കടന്നുപോയിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഓർമ്മയിൽ ഓടിയെത്തുന്നത് ഗീവർഗീസ് മാർ അത്താന്യോസ് സഫ്രഗറിൽ മെത്രാപ്പോലീത്തയുടെ വാക്കുകളാണ്. തിരുമേനിയെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ആ വാക്കുകൾ കടമെടുക്കട്ടെ. പ്രഭാത പ്രാർത്ഥനയ്ക്ക് പള്ളിമണി അടിക്കുന്നതിന് മുൻപേ അടുക്കളയിലെ തവികളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ. വിളമ്പിക്കൊടുത്ത് തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കത് ഇഷ്ടമില്ലെന്നോതി വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. പരിഭവങ്ങളില്ലാതെ പവിത്രമായ സ്നേഹം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ. മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ. മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിനു ശേഷം ഉറങ്ങി അലാറം അടിക്കുന്നതിന് മുൻപേ ഉണരുന്ന ഒരു ശരീരമുണ്ട് വീട്ടിൽ. അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധമായി ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ. പുറത്തു പോയവർ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാതെ പോയ ഒരു മദർ തെരേസയുണ്ട് വീട്ടിൽ. പത്രാസ് കാണിക്കാൻ മറന്നുപോയൊരു നിലവിളക്കുണ്ട് വീട്ടിൽ. സ്വയം ശ്രദ്ധിക്കാൻ മറന്ന, മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായ ഒരു നനഞ്ഞ ജീവിതമുണ്ട് വീട്ടിൽ. ഭംഗിയില്ലാത്തത് കൊണ്ടാകണം പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അപ്പ വന്നാൽ മതി എന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്ന ഒരു പാവമുണ്ട് വീട്ടിൽ. മകൻ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന
മാലാഖയുണ്ട് വീട്ടിൽ. ഇത് ഒരുപക്ഷെ നമ്മളുടെ അമ്മമാരായിരിക്കാം, സഹോദരിമാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ഒരുപക്ഷെ നമ്മളിൽ പലരുമായിരിക്കാം. അങ്ങനെ നമ്മളുടെ അമ്മമാരെ, നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച മഹിളാ രത്നങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും സ്വയമായി ബഹുമാനത്തോടെ നമ്മൾക്ക് ഓർക്കാം. ഈ വനിതാ ദിനത്തിൽ ഏവർക്കും വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അഭിനയ പാടവത്തിലും ഗാനാലാപനത്തിലും കഴിവ് തെളിയിച്ച് നിറപുഞ്ചിരിയോടുകൂടി യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ എപ്പോഴും സഖ്യത്തോടൊപ്പം സഖ്യത്തിന്റെ ഓരോ പരിപാടിയോടും കൂടെ നിൽക്കുന്ന പ്രിയ നീതു കൊച്ചമ്മയാണ് ഇന്ന് അധ്യക്ഷ പദവിക്കായിട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൊച്ചമ്മയെ ഏറ്റവും ബഹുമാനത്തോടുകൂടി ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്, ബ്രേക്ക് ദ ബയാസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയ ടിനു കൊച്ചമ്മയും സഖ്യത്തിന്റെ ഏത് പരിപാടിക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളിലും പ്രാർത്ഥനകളും കൊണ്ട് നമ്മളിൽ ഒരാളായി കൂടെ നിന്ന് നമ്മുടെ സഖ്യത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നു. കൊച്ചമ്മയെയും ഏറ്റവും ആദരവോടുകൂടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ജീവിതം എന്നാൽ കെമിസ്ട്രിയാണ്. കാരണം ജീവിതത്തിലെ ചില കെമിക്കൽ ചേഞ്ചസ്, ചില ബോണ്ടിങ്ങുകൾ, ചില ഫോർമുലാസ്, അതെല്ലാമാണ് നമ്മളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, കുടുംബത്തോടും സമൂഹത്തോടും ഇടചേർന്ന് പോകുവാനായിട്ട് ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി നമ്മൾക്ക് പറയാം, ബ്രേക്ക് ദ ബയാസ് എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾക്ക് ഗസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. Let me proudly welcome Professor Dr. Jolie Jacob. Currently, Dr. Jolie Jacob works at the chair of the Department of Applied Sciences and Professor of Chemistry at Abu Dhabi University. She has 32 years of teaching experience in the university level prior to joining Abu Dhabi University in 2010. Dr. Jolie has worked as an associate professor and head of the Department of Chemistry in the Affiliated College of University of Mumbai. She holds a PhD degree in chemistry from University of Mumbai. She has a versatile experience in the field of chemistry and with a brilliant academic records, securing the gold medal for the MPhil. Dr. Jolie has authored and published 75 research papers. She is the board member of American Chemical Society UAE chapter and is in the editorial board of various reputed international journals with a high impact factor. She has attended and presented research papers in several international conferences and is a member of the editorial board and organizing committee of various international conferences. Dr. Jolie received the Middle East Education Leadership Award in 2016 for the best professor in chemistry and the Women Excellence Award for her outstanding contributions in the field of science in the year 2018. She has received Excellence Award in the areas of teaching, research, and services from Abu Dhabi University. Once again, let me proudly welcome Professor Dr. Jolie Jacob to the special program, Break the Bias. ഇന്ന് നമ്മളോടൊപ്പം അബുദാബി മാർത്തോമ യുവജന സഖ്യത്തിന് നല്ല രീതിയിൽ നേതൃത്വം നൽകുന്ന ജിജു അച്ഛനും അജിത് അച്ഛനും നമ്മളുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ദൈവം രണ്ട് അച്ഛന്മാരെയും ഒരുപോലെ ഇടയാക്കി. തുടർന്നും അനുഗ്രഹപ്രദമായ രീതിയിൽ യുവജന സഖ്യത്തിന് നേതൃത്വം നൽകുവാൻ ദൈവം ഇരുവരെയും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജിജു അച്ഛന്റെ സാന്നിധ്യത്തിലും അജിത് അച്ഛന്റെ സാന്നിധ്യത്തിലും രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഇന്ന് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് ഇന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുന്ന സഖ്യം ലേഡീസ്, തീം പ്രസന്റേഷൻ നടത്തുന്ന സേവികാ സംഘം റെപ്രസെന്റേറ്റീവായി കടന്നു വന്നിരിക്കുന്നവർ ഏവരെയും ഒറ്റ വാക്കിൽ സഖ്യത്തിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയും സ്വാഗതം പറയുവാനായിട്ടുള്ളത് ഇന്നിവിടെ പുഞ്ചിരിയോടുകൂടെ ഇരിക്കുന്ന ഓരോ വനിതകളെയുമാണ്. അഭിമാനത്തോടുകൂടി നമ്മളെ സ്നേഹിക്കാം, നമുക്ക് നമ്മളെ ബഹുമാനിക്കാം. മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാനായിട്ട് സ്വയം പ്രകാശിച്ചുകൊണ്ട്, സ്വയം സ്നേഹിച്ചുകൊണ്ട്, സ്വയം ബഹുമാനിച്ചുകൊണ്ട് സമൂഹത്തിൽ വെളിച്ചങ്ങളായി തീരുവാൻ ഓരോ വനിതകളെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ വനിതകളെയും എന്റെ വ്യക്തിപരമായ നാമത്തിലും സഖ്യത്തിന്റെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരില്ലാതെ സ്ത്രീകളില്ല. സ്ത്രീകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഓരോ പുരുഷന്മാരെയും, പ്രത്യേകിച്ച് നമ്മുടെ കൂടി വന്നിരിക്കുന്ന ഓരോ പുരുഷന്മാരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
break the bias, be a change, be a light in the dark world. God bless you all. താങ്ക് യു സുമ ചേച്ചി. ഭരണവർഗത്തിന്റെയും അധികാര കോയിമരങ്ങളുടെയും മുഖത്തു നോക്കി സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യവും തന്റേടവുമുള്ള വനിതകൾ. കുടുംബത്തിന്റെ 4 ചുവരുകൾക്കിപ്പുറം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ അവളിലെ കാര്യക്ഷമതയും കർത്തവ്യബോധവും മാത്രമല്ല, ധൈര്യവും ചെറുത്തുനിൽപ്പും അതിജീവനവും സമൂഹത്തിന് മുന്നിൽ സ്വയം ജീവിച്ചു കാട്ടുകയാണവൾ. അപ്രകാരം സ്വയം ജീവിച്ചു കാണിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശാഖാ മീറ്റിംഗിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി നമുക്കേവർക്കും പ്രിയങ്കരിയായ നീതു കൊച്ചമ്മയെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ, അനിതച്ചൻ, ജോളി മാം, സഖ്യ സുഹൃത്തുക്കളെ, അബുദാബി മാർത്തോമ യുവജന സഖ്യത്തിന്റെ 29ാം ശാഖാ മീറ്റിംഗ് നമുക്ക് ഇപ്രകാരം ഒരു അന്താരാഷ്ട്ര വനിതാ ദിനമായി നടത്തുവാൻ ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഇടവകയിലെ യുവജന സഖ്യത്തിലെ വനിതാ അംഗങ്ങളാവുന്നുവല്ലോ. അത് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. കൂടുതലായിട്ട് അവർ മുഖ്യധാരയിലേക്ക് വന്ന് തങ്ങളുടെ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രേക്ക് ദി ബയാസ് എന്ന വിഷയം ആസ്പദമാക്കിയാണല്ലോ നാം ചിന്തിക്കുന്നത്. ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ദൈവം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത്. ദൈവം അവിടെ ഒരിക്കലും ഒരു വേർതിരിവ് സ്ത്രീക്കും പുരുഷനും കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ജെൻഡർ ഇൻഇക്വാലിറ്റി കാണുവാനായിട്ട് സാധിക്കും. ദൈവം അത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ലോകത്തിന്റെ ഒരു ഇതായിരിക്കാം തീർച്ചയായിട്ടും ഒരു സ്ത്രീ പുരുഷൻ എന്നൊരു വേർതിരിവ് ഇവിടെ കണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീകള് ഈ പല തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇന്ന് അനുഭവിക്കുന്നത്. തൊഴിലിടങ്ങളില്, സമൂഹങ്ങളില്, എന്തിന് നമ്മുടെ കുടുംബങ്ങളിൽ പോലും പല തരത്തിലുള്ള അസമത്വങ്ങൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകൾ ജീവിതത്തിന്റെ നാനാ തുറകളിലും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊരു മേഖല എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം ഒരു സ്ത്രീയുടെ പേരുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ ആ കഠിനാധ്വാനവും അവരുടെ പരിശ്രമവും ഒക്കെയാണ് അവർ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ വന്നതല്ല ഏതൊരു പ്രൊഫഷനിലും അവരവരുടെ പേര് വെച്ചത്. അവർ വളരെയധികം പ്രയാസങ്ങളിൽ കൂടെയും ബുദ്ധിമുട്ടുകളിൽ കൂടെയും കടന്നു വന്ന് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നല്ലൊരു വ്യക്തിമുദ്ര ഓരോ മേഖലയിലും ഓരോ സ്ത്രീയും പേരെഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു സ്ത്രീയെയും ഒന്നിനും മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഇന്നത്തെ സ്ത്രീകൾ വളരെയധികം കരുത്തും ബലവും ധൈര്യവും ഉള്ളവരാണ്. ഇപ്പം നമുക്കറിയാം ഇന്ദിരാഗാന്ധി, മദർ തെരേസയും അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഓരോ അവർ രണ്ടുപേരും രണ്ട് മേഖലയിൽ പ്രവർത്തിച്ചവരാണെങ്കിൽ പോലും അവരുടെ മേഖലയിൽ നല്ല വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ളവരാണ്. അവരുടെ ആ കാലഘട്ടം, അവരുടെ ഒരു ജീവിതം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വളരെയധികം സ്ഥാനമാണ് അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു ധൈര്യവും അവരുടെയൊക്കെ അവരുടെയൊക്കെ കരുത്തുമാണ് നമുക്കൊക്കെ പ്രചോദനമായിട്ട് ഉള്ളത്. പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ത്രീകള് സ്വന്തം കാലിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എല്ലാവരും സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടതും ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം കൂടെയാണ്. അസമത്വങ്ങൾ വിവിധ ഇടങ്ങളിൽ നടക്കുമ്പോഴും അവിടെ അനീതിയും അതിക്രമങ്ങളെയും ഒക്കെ തടയേണ്ടത് ഓരോ സ്ത്രീയുടെയും ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണ് ദൈവരാജ്യ ശുശ്രൂഷയിലുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ബോധ്യം സ്ത്രീകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ദൈവരാജ്യ ശുശ്രൂഷയിൽ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ലവണ്ണം നിർവഹിക്കുവാനായിട്ട് ദൈവം എല്ലാ സ്ത്രീകൾക്കും ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് പ്രൊഫസർ ഡോക്ടർ ജോളി ജേക്കബ് മാം ആണ്. മാമിന്റെ സന്ദേശം നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രചോദനവും വളരെയധികം കരുത്തും നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവ് നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിനും ഒരു പുതുക്കത്തിനും ഒക്കെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു നീതു കൊച്ചമ്മ.
അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരി. നരജീവിതത്തിൻ മഹത്വം നിനയ്ക്കാതെ മൃതസാമി ചിത്തനാ ജീവിതം പേറുവാൻ. ഇന്നിന്റെ നാളുകളിൽ ഭയമില്ലാതെ ജീവിക്കുവാൻ ഓരോ സ്ത്രീ ജനങ്ങൾക്കും സാധ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2020 മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിലെ ഈ മരുവിൽ നമ്മെ നടത്തും, ഉള്ളം കൈയിൽ നമ്മെ വഹിക്കും എന്ന ഗാനം ആലപിക്കുന്നതിനായി അബുദാബി മർത്തോമ യുവജന സഖ്യം വനിതാ രത്നങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
Thank you, Sakha girls. കത്തുന്ന കനലാകുവാനും ആഞ്ഞടിക്കുന്ന തിരകളാകുവാനും ആർത്ത് പെയ്യുന്ന പേമാരിയാകുവാനും അവൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അവളിലെ തീയാണ് അവളിലെ കരുത്ത്. ഝാൻസി റാണി, മദർ തെരേസ, ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, കിരൺ ബേദി, ഇങ്ങനെ അനേകം സ്ത്രീരത്നങ്ങൾ നമുക്ക് മുന്നേ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവരെ പോലെ നെഞ്ചിൽ തീയുള്ള, അവരുടെ പാതയിൽ സഞ്ചരിച്ച് കടന്നു പോകുന്ന യുവതികൾക്ക് മാതൃകയാകാൻ ഒരു പ്രിയ വനിതാ രത്നമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പ്രൊഫസർ ജോളി ജേക്കബ്. 32 വർഷമായി അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോളി മാം അബുദാബി യൂണിവേഴ്സിറ്റി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായി പ്രവർത്തിച്ചു വരുന്നു. 2016 മിഡിൽ ഈസ്റ്റ് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് അവാർഡും 2018 വുമൻ എക്സലൻസ് അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ള മാം ഈ തിരക്കു പിടിച്ച ഔദ്യോഗിക ഭാരങ്ങൾക്കിടയിലും ഇടവകയിലും യുവജനത്തിന്റെയും സൺഡേ സ്കൂളിന്റെയും നിറഞ്ഞ സാന്നിധ്യമായി നിലനിൽക്കുവാൻ കുടുംബമായി ശ്രമിക്കാറുണ്ട്. ജോളി മാമിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Thank you. Hi, good. Thank you for the good words said about me. A very good evening to one and all. Respected Neetu Kochama, Tinu Kochama, Jiju Achan, and Ajit Achan, and all the office bearers. Also, all the attendees who are attending this program today. Let me thank, at the outset, let me thank each and every one of you for calling me for this event. And special thanks to Jiju Achan and Suja for inviting me as for the main talk of this program. So I'm very glad to be a part of the youth and young adults, because throughout my career, I was with the youth adults and I was working and everything. So adults, young adults, youth league എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു ലൈക്ക് ഒരു ഗ്രൂപ്പാണ്. നമുക്കറിയാം ഒരു ടീച്ചിങ്ങിലായാലും നമ്മൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ആകുമ്പോൾ എപ്പോഴും ഇംബൈബിങ് പോസിറ്റീവ് എനർജി ഫ്രം ദം, ആൻഡ് വി ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദം. I know like Youth League of Abu Dhabi, Abu Dhabi Martha Parishന്റെ യൂത്ത് ലീഗ് കണ്ടിന്യൂസ് ആയിട്ട് ബെസ്റ്റ് യൂത്ത് ലീഗ് അവാർഡ്സ് ഒക്കെ വാങ്ങി ഏറ്റവും വലിയ മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റീസിന്റെ ഒരു ഗ്രൂപ്പാണ്. So I'm very happy to be here and to address you with my short talk. So ഞാൻ ഈ മീറ്റിംഗിൽ ഉദ്ദേശിച്ചത് ലൈക്ക് പേഴ്സണൽ എക്സ്പീരിയൻസസും പ്ലസ് ഞാൻ കുറച്ച് ഡേറ്റാസ് ഒക്കെ റീസെർച്ച് ചെയ്തിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തരാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ജനറലി ദ ടോപ്പിക് ഇറ്റ് സെൽഫ് ബ്രേക്ക് ദ ബയാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ബയസ് ആറ്റിറ്റ്യൂഡോടുകൂടെ ആയിരിക്കും ഐഡിയ ഒന്ന് കേൾക്കാൻ ആ ടോപ്പിക്കിനെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഐ നോ ദ പേഴ്സൺ ഹു ഇസ് ടോക്കിംഗ് ഓൾസോ we will have a mindset, what is she going to talk, or is she going to make us, snub or something. Angane a topic in our importance undu, like, because it is a very debatable topic. Very debatable in the sense it's very good for panel discussions and sharing the experiences. Topic in the So for today, I made a presentation based on some facts and figures, and let me share it with you. Thank you. One minute. Let me take it now. Okay. This is the picture of our university entrance. I just put it as like all our presentations and all, officially we put this. Okay. So in the theme, Break the Bias, title tanne International Women's Day IWD 2022 like it was a campaign theme. We addressed given early, and later on gender equality today for a sustainable tomorrow. എന്നാണ് തീമായിട്ട് തന്നിരിക്കുന്നത്, വർക്കിംഗ് തീമായിട്ട് തന്നത്. ദാറ്റ്സ് ഫ്രം മലയാളത്തില് ലിംഗസമത്വം ഇന്ന് സുസ്ഥിര നാളേക്കായി എന്ന് പറയുന്നത്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDGs എന്ന് പറയും, യുണൈറ്റഡ് നേഷൻസിന്റെ 2030 ഗോൾസിലുള്ളതാണ്. അച്ചീവ് വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ അച്ചീവ്. ഓൾ ദ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ആർ സപ്പോസ് ടു അച്ചീവ് those 17 goals ഉണ്ട്. 17 goals SDG 17 പറയും. അതിലെ SDG 5 ബേസ് ചെയ്താണ് gender equality today for a sustainable tomorrow, because the SDG 5 എന്ന് പറയുന്നത്
gender equality ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. Actually, for 1 to 5, all are based on like, poverty, removing the poverty, hunger, all those things, sanitization, health, all these are ആദ്യത്തെ 4. But like all the countries, policy makers and like educational institutions, higher education institutions, all of us have to follow. Like research ആണെങ്കിലും pedagogical ആണെങ്കിലും we have to follow, and we have to show like how we are correlating to the SDGs, sustain. നമ്മൾ വിചാരിക്കും ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഇതൊക്കെ പറഞ്ഞു, ലൈക്ക് what are they going to, what are they doing now? ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ നമുക്കറിയാം യുദ്ധഭൂമി നടക്കുന്നു. അപ്പം സമാധാനത്തിന്റെ ലൈക്ക് കോൺഫറൻസ് യുദ്ധഭൂമി നടക്കുന്ന പോലെയാണ് നമ്മളിപ്പോ ഇന്ന് ഈ തീം ഒക്കെ പറയുന്നത്. ബട്ട് so many things we can achieve together, and if we have a good mindset for it, right? So adinathe oru sustainable tomorrow is very important, because naale ella pala challenges are being faced by the countries individually as well as the countries, like climate change. namakariya ipo nadakkunna climatic changes all over the world, sudden tornado, sudden storm ellam varunundu. adannu parayna oru country complete shatter cheyyunnathu because of this climate change, all those related things. So അതെല്ലാം കൂടെ വെച്ചാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്നുള്ള ആ വേർഡിങ്സ് വന്നിരിക്കുന്നത്. So I just focus on this one. After all the sustainable goals, goal 5, achieve gender equality and empower all women and girls. So നമ്മൾ വിചാരിക്കും like women empowerment എല്ലാവരും നമ്മൾ പറയും ചെയ്യും, കുറെയൊക്കെ നോക്കും ചെയ്യും. How much we are achieving is a secondary thing, right? So now this is are we facing challenges? Nammalippam, like I can say we all are very lucky to be in this country, UAE. 2021 Global Economic Forum survey pragaram, UAE is the 72nd rank in attaining, women equality and all, whereas our India is standing at 140th place out of 156 countries. But namakariya nammalipo ivide nokkiya namakku ellathinum equality nammalku face cheyyunnu pole namakku oru samshayam varum, like, but there are countries, just see, 35% of women at this age, they are not paid for their work. They are not, highly, not justifiable at all. That's happening all over the world. And gender equality, nammali yarikku adoru right nammal choikkunnu. It's not a right. It is the foundation stone, foundation piece. Then only it will be going for a tomorrow. Today we can survive, but what happens after 10 years, 15 years, 20 years? Like SDG പോലെ 2030 goal വെച്ചാണ് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ട്. But എല്ലാ details, research papers, everywhere it is written that എത്ര അച്ചീവ് ചെയ്തോ ഇത്രയും വർഷങ്ങൾ 2015 ഇവർ ഗോൾസ് ഇട്ടത്, അന്ന് തൊട്ട് അച്ചീവ് ചെയ്ത മുഴുവനും പാൻഡമിക്കിന്റെ സമയത്ത് അത് ഷാറ്റേഡ് ആയി, റിവേഴ്സ് ആയി, ഗോയിങ് ഡൗൺ ദ ഗ്രാഫ് നൗ, because the domestic violence, the injustice, the female students, female children who couldn't go to school, all these things are coming in the picture in the data analysis. So the jana break the bias idavade SDG യുടെ United Nations ന്റെ തന്നെ ലോഗോയാണ്. Women are restricted from working in certain jobs in almost 50% of the countries. Can you believe? 156 data എടുക്കുമ്പോൾ 50% of countries സമ്മതിക്കുന്നില്ല പല ജോലിയിലും കയറാണ്. അങ്ങനത്തെ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി നടക്കുന്നു. ഈ 3 മലയാളത്തിൽ പറഞ്ഞ ഏറ്റവും ഡേഞ്ചറസ് ആയ 3 വേർഡ്സ്. See, when we say bias, പക്ഷപാതം, right, meaning there is the most important, like so many biases will be there. We can say color bias, gender equality, beauty bias, own bias, so many. Psychology ഒത്തിരി ഒരു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ബോധരഹിതമായ പക്ഷപാതം എന്ന് പറയുന്നത് unconscious bias, which are predisposed in our mind, with a strong mindset. നമ്മൾ അത് വെച്ച് ഓരോരുത്തരെ കാണുക, എടുക്കുക, അങ്ങനെ ആകുമ്പോഴാണ് എല്ലാ progress will not happen. നമ്മളൊരു ക്ലോസ് മൈൻഡ് സെറ്റ് കൊണ്ട് ആരെയും നോക്കുമായിരിക്കുക, എന്തെങ്കിലും ചെയ്യുക, then you cannot improve. You are not taking their points valid, അതിനെ prejudices ഓടുകൂടി, മുൻവിധിയോടുകൂടി തന്നെ ചെയ്യുന്ന അതാണ്. So why this theme, നമ്മൾ വിചാരിക്കും why this theme was selected. നമ്മൾ വിചാരിക്കും ഒത്തിരി പ്രോഗ്രസ് നേടിയല്ലോ, സയന്റിഫിക് അഡ്വാൻസ് നമ്മൾ കണ്ട് പാൻഡമിക്കിന്റെ സമയത്ത് എല്ലാ അഡ്വാൻസ്മെന്റ്സും within a short day, now with the war, everything going, but then, so what is the need of this wording or the theme? We know Me Too campaign, Black Lives Matters, നമ്മുടെ കൊച്ചു കേരളത്തിൽ നോക്കുവാണെങ്കിൽ വനിതാ മതിൽ, വനിതാ ബോധനം, ഒത്തിരി കൂട്ടായ്മകൾ, കുടുംബശ്രീ പല പല കാര്യങ്ങൾ ചെയ്ത് വിമൻ എംപവർമെന്റിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ബോൾഡ്, സ്പീക്ക്ലി, ഡു എവറിത്തിങ്.
But sometimes I feel from the, like, you know, in the 8th March നടന്ന ലേഡീസിനോട് നടന്ന അതിക്രമം, ലേഡീസ് ചെയ്ത അതിക്രമം, ലൈക്ക് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കോസ്മെറ്റിക് അല്ലേ, ഇതെല്ലാം ഒരു കോസ്മെറ്റിക് അല്ലേ, ലൈക്ക് ജസ്റ്റ് പെയിന്റ്, ഒരു പഴയ വീട് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് ദിസ് ഇസ് മൈ ന്യൂ ഹൗസ് എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ കിട്ടുന്ന പോലെ ചിലപ്പം തോന്നും, like amidst of all advancements. I read, I think 2-3 days before, I have the notifications in the the news notifications mobile kandu. Dayabai was insulted in a train, like, you know, she was traveling in Kerala. I think during the Women's Day talk കഴിഞ്ഞു പോകുമ്പോൾ ഒരു ബയസ്, അൺകോൺഷ്യസ് ബയസ്, ഓക്കെ പേരൻസ് whatever, you know, അങ്ങനെ അതിനെ ഫേസ് ചെയ്യേണ്ട ഒരു അനുഭവം പേപ്പറിലും ഒക്കെ വന്ന്, ന്യൂസ് ആയിട്ടൊക്കെ വന്നു. That's what I meant to. So when we talk about this bias, does it affect us, or do it, whether it is affecting you and me? Yes, of course, it is a false feeling towards a person or anything, you know. It impacts a person's perception of that particular thing. So നമ്മൾ എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഞാനിപ്പോ ഒരു ബയസ്ഡ് മൈൻഡോട് കൂട്ടിയാണ് ഞാൻ ഒരു ഇന്റർവ്യൂവിന്റെ പാനൽ നടക്കുന്നെങ്കിൽ, see, okay, my mind will be closed, you know, I will be in a bubble, I cannot come out of it, so I'll be facing the person also. I mean, ആ ഒരു രീതിയിൽ ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് നടക്കാം, wherever it may be in an institution, in a public place, or even in a church, or wherever, you know, നമ്മളൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരാൾക്കൊരാളുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മളൊരു ബയസോട് കൂടി അവനെ കാണുക, അല്ലെങ്കിൽ അവളെ കാണുക, ലൈക്ക്, യു നോ, വെദർ ഷീസ്, ഓ ഇന്നയാളല്ലേ, ഇന്നയാള് പറയാൻ പോണത് ഇന്നതാണ്, ഓക്കെ ഹി ഈസ് ഫ്രം ദാറ്റ് പ്ലേസ് ഓർ വാട്ട് അതർ, ഇറ്റ് വിൽ എ ലോട്ട് ഓഫ് ഡിസ്ട്രക്ഷൻ വിൽ ഹാപ്പൻ, യു നോ, അവർ പെർസെപ്ഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മൾ എല്ലാ ആറ്റിറ്റ്യൂഡ് പോലും അങ്ങനെയായിരിക്കും, ബിഹേവിയർ. പിന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നില്ല, വെദർ വി ഗിവ് അറ്റൻഷൻ ടു ദ പേഴ്സൺ, or whether we listen to the person, whether നമ്മൾ ആ പറയുന്ന ആള് കേൾക്കാൻ തന്നെ നമ്മളൊരു, like, you know, whether are we ready to listen to them. They may be right at so many places. Bias, when it comes, you know, micro affirmations, we will conclude and we will not be able to comfort in so many situations. These are the things where the bias will be affecting in a general perspective. Then we can come to the gender bias and all those things. Okay, unconscious bias, you know, അതൊന്നും ആരും ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, ലൈക്ക്, യു നോ, നമ്മൾ ആരും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ബയസ് ചെയ്യുന്നതല്ല ഇന്ന ആളിനോട്. അത് ഡീപ്പ് റൂട്ടഡ്, മേ ബി എസ്പെഷ്യലി നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, ഞാനിപ്പോ ഒരു ബയസ് എവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറയുന്നത്, ഞാൻ എൻ്റെ സ്കൂൾ ടൈമിലാണ്, നമ്മുടെ ഏറ്റവും റെപ്യൂട്ടഡ് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച എനിക്ക്, അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബയസ് ഫീൽ ചെയ്തത്. മേ ബി ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ആയിട്ടായിരിക്കും, പക്ഷെ ചെറിയ ചെറിയ ഓരോ മുറിവുകളില്ലേ നമ്മളെ ഓരോ ബയസ് കൊണ്ട് ഉണ്ടാക്കുന്നത്, ബോയ്സ് ഗേൾസ് ആയിരിക്കും, അങ്ങനെ. അതൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ കണ്ടന്റ് മാറ്റർ സബ്ജക്ട് മറന്നാലും അതൊന്നും നമ്മൾ ആരും മറക്കില്ല. സോ ദീസ് ഡീപ്പ് റൂട്ടഡ് അൺകോൺഷ്യസ്, വി ഡോണ്ട് ഹാവ് എ കൺട്രോൾ ഓവർ ദ. നമ്മളപ്പോ എല്ലാവരെയും പോലും ആ രീതിയിലായിരുന്നു. സിമ്പിൾ എക്സാമ്പിൾ ഐ നോ, ലൈക്ക്, ഇപ്പൊ ഒരു ഗ്രേഡ്, ഇപ്പൊ കഴിഞ്ഞ വർഷം പാൻഡമിക്കില് എല്ലാവരുടെയും ഗ്രേഡ്സ്, ടീച്ചർ അസിസ്റ്റ് ഗ്രേഡ്സ് കൊടുത്തു കുറെ സ്കൂൾസ്, ലൈക്ക്, യു നോ, IB കരിക്കുലം, A ലെവൽസ്, കേംബ്രിഡ്ജ്, ഇവരെല്ലാം ടീച്ചർ അസിസ്റ്റ്. ഒരു ടീച്ചർ അസിസ്റ്റ് ഗ്രേഡ്സ് അൺകോൺഷ്യസ് ബയസിന്റെ പുറത്ത് എത്ര കുട്ടികൾ ഒത്തിരി അനുഭവിച്ചു, ബിക്കോസ് their admissions were stopped. They were given admissions in good universities, they couldn't go because the teachers had the control over it, you know. They thought, okay, you used to disturb me in the class. ഒരു സ്റ്റുഡന്റ് എനിക്ക് നല്ലതായിട്ട് അറിയാം, from UAE only, top student, now he is in US in a top university doing, you know, science course. അവൻ പറഞ്ഞതാണ്, അവൻ പറയുന്നു, അവൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും എപ്പോഴും, ഫിസിക്സ് സാറിനോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. he is very inquisitive, you know. അപ്പം sir doesn't like him, so you are like trying to outsmart. ആ ഒരു അൺകോൺഷ്യസ് ബയസ് ആണ് അവിടെ നയിച്ചത്. he could not get because teacher as his grades were very bad for him, you know, അങ്ങനെ. സോ നമ്മൾ പിന്നെ ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്, ലൈക്ക്, യു നോ, ഈ കുട്ടികളുടെ സൂയിസൈഡ് ടീനേജേഴ്സിലൊക്കെ കൂടി വരുന്ന, നമ്മൾ വിചാരിക്കും what is the reason, why can't they share? ചിലപ്പോൾ നമ്മളുടെ ടങ്ങിന്റെ പവർ, ലൈക്ക്, യു നോ, it can give life and death. ഒരു ടീച്ചർ എസ്പെഷ്യലി when a biased way or talk, especially, you know, the copy cases, academic integrity. ഞാൻ ബോംബെ യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ വിമൻസ് ഡെവലപ്മെന്റ് സെല്ലിന്റെ കോർ മെമ്പർ ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾക്ക് കാണാം ഓരോ കുട്ടികൾ ഷെയർ ചെയ്യുന്ന ഇൻസിഡൻസ് ഷെയർ ചെയ്യുക, കമ്മീഷനായിട്ട് നമ്മൾ പോകും, വാട്ട് ഇസ് ദ ഇഷ്യൂ, ഓൾ ദോസ് തിങ്സ്. പിന്നെ അതുപോലെ കോപ്പി കേസസ്, നമ്മൾ അക്കാഡമിക് ഇന്റഗ്രിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്, ഓഫീസ് ഓഫ് അക്കാഡമിക് ഇന്റഗ്രിറ്റി, എന്തെങ്കിലും ചീറ്റിംഗ് കേസസ്.
how you deal with that, whether you're dealing with a bias or not, that is very important. It can destroy somebody's life, your career. Now, this is the campaign. Let me see the time also. Please let me know the time, okay, if I am exceeding. Okay, now, this is like, we are responsible for our own thoughts and action. What we can do, we can break the bias in our communities. We can break the bias in our workplaces, in our schools, college, universities, everything we can do together. But we have to have a mindset for it, right? We should think it, can I do it or not? Or what am I doing or what am I saying? Whether it is correct or not. Am I judging a person by my prejudices or not? That is very important. So when I talk about gender bias specifically, because that is the theme and that is relevant in the Women's Day, a picture of gender equality. Okay, feminism is a word of misunderstood notion. Like, some people say somebody will talk for women's rights or women's causes or problems and okay, feminist, feminine. It's not like that. Feminism itself means they are talking for women's rights and I mean, it's not like suppressing or snubbing somebody. It is not. That's a wrong meaning. Because see, rights, responsibilities and opportunities, let me take this thing, okay, it should not depend on whether I am born as a girl or a male or something like that, okay. Gender equal. We can create an equal workplace by giving them equal opportunities. Equal opportunity. Like selection recruitment committee university faculty colleague male member physics lab specialist in the selection level ladies don't take them because it will be a problem. They will say that so many reasons they cannot do that, they cannot do all, they cannot travel in campus. Okay, let's give them a chance, no, and see whether they are doing it or not, whether they will say no. Don't say in the beginning itself, no, I will not take, that won't work like that, okay. So this picture just see, when we say equality, see, is an examiner, right? Fair selection, for a fair selection, he is taking the exam. Please climb that tree. See the crowd or the group who are coming for the exam. Is there justice here? He is saying, I am just. I am saying, I gave the common exam for everybody. But is it like that? Are they, are you doing justice to them by doing like this? Not at all. You are giving a monkey, everybody is asked to climb them. Capacities differ, abilities differ. But then we may think, oh, everybody, like, everybody, like the human nature, we think that whatever I am saying is right, whatever I am doing is right. I have never been partial or biased or other. And then some examples, for ladies in women, like equality, but sometimes ladies are not addressed properly. A company, especially companies, academic institutions, like when a company introduce, this is Mary, narration. She has 4 kids. And her like, what felt very bad for her is that person who introduced me never said my title, never comment on my professional accomplishments, never how many years I spent and what all things I did for this company. The only thing what he could say was, I have 4 kids and so, blah, blah, like I'm a mother or something like that. And then another incident, interview number because I may not be considered for the job, or age of the child, younger child, whether the child in age, whether. So these things are faced only by women. The men, nobody bothers, whether they are with the father of a 1.5-year-old child, whether I can give the job, nobody bothers. Like commenting on body, appearance, height, only females. 14 girls, boys. 14 girls in a pair or shape or body of either number to culture culture. I can say I know Kerala because
അങ്ങനെയൊക്കെ ഓരോ പേരിട്ട് ഓരോരുത്തർക്ക് ഓരോ പേരുണ്ട്. ആ പേര് വെച്ചാണ് എല്ലാവരും. ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഭയങ്കര സജീവമാണ്, പക്ഷെ അങ്ങനെ ആയിരുന്നു. അതെന്ന് പറയുന്ന അന്ന് പിന്നെ എല്ലാവർക്കും കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ ഉണ്ടായിരുന്നു. എല്ലാവരും ടോളറേറ്റ്. നൗ ഇഫ് യു സേ സംതിങ് ടു എ ചൈൽഡ് ഓർ they cannot tolerate, highly sensitive ആണ് ഇപ്പൊ എല്ലാരും, ഒരു കുട്ടികളും എല്ലാം. അത് എസ്പെഷ്യലി കോവിഡ് ആനന്തര ഇതെന്ന് ചോദിച്ചാല് സെൻസിറ്റിവിറ്റി ഹാസ് ഇൻക്രീസ്. ഈവൻ ചിൽഡ്രൻ, സ്റ്റുഡൻസ്, എവറിബഡി, എവറിബഡി ഫെയിം. ഇത് ഞാൻ ഒരു റിവ്യൂ കണ്ടതാണ്. നമ്മൾ പറയുമ്പം ഇത് ഹാർവാർഡ് ബിസിനസിന്റെ റിവ്യൂ ആണ്. ലോയിലും ഹയർ എഡ്യൂക്കേഷനിലും ഫെയ്ത്ത് ബേസ്ഡ് നോൺ പ്രോഫിറ്റ്സ് ഇൻ US ഹെൽത്ത് കെയർ, ഇവിടെ എല്ലാം വിമൻ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. So women domination is very high when we say about inequality and all those things, this field. But in the other companies, private sectors, politics, etc., it is not yet. We know like how many years it took for Kamala Harris to be there in that position, right? All those things are there. So what are the solutions? The first thing is that how to move forward. What are the solutions and how can you do it in a very amicable manner? Without insulting anybody, without doing any harm, എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരെ കെയർ ചെയ്തുകൊണ്ട്. ഒരു കെയറിങ് ആൻഡ് ഷെയറിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പം ഈ ബയസ് ഒക്കെ പറയുമ്പം ലൈക്ക് ഒരാളിന്റെ ഒരു വിഷമങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു വേദി, അല്ലെങ്കിൽ അവർക്കൊരു ചെയ്യാൻ നമ്മൾ കൊടുക്കാതെ നമ്മൾ ഒത്തിരി പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ചിലപ്പോൾ ആ ഒരു വേർഡ്, ഒരാൾക്കൊരു ഷെയറിങ്ങിന് ഒരു സമയം കിട്ടിയിട്ട് ഒരാളത് കേൾക്കാൻ, ലിസണിങ്, ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറ്റി മറിയും. അത് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഞാൻ കാണുന്നതാണ്. ഐ വിൽ കം ടു ദാറ്റ്. ട്രൂ ടു യുവർ സെൽഫ്, യുവർ വാല്യൂസ്, ഇന്റഗ്രിറ്റി അറ്റ് ഹോം ആൻഡ് ഇൻ ദ ഓഫീസ്. ബിക്കോസ് ബയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണ്, അല്ലെ? നമ്മുടെ വീട്ടിൽ തന്നെയാണ് ആദ്യമേ. ബയസ് ഇല്ല, അവിടെ ഒരാണും ഒരു മോനും ഒരു മോളും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുർക്കും ഈ മോൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലെ മോൻ രാത്രി പൊയ്ക്കോട്ടെ, മോൻ എന്തെങ്കിലും കുഴപ്പമില്ല, ലെറ്റ് ഇറ്റ് ബി എന്നൊരു ആറ്റിറ്റ്യൂഡ് വരും. അത് നമ്മുടെ ഒരു കോമൺ മൈൻഡ് സെറ്റിൽ നിന്നുണ്ടാകുന്നതാണ്. It should not happen, especially you all are youngsters. Old people, we cannot. Like okay, nammal oru idai like. പക്ഷേ we can change when you are exposed to so many things. And നമ്മളുടെ മോളോട് പറയുന്നത് അവിടെ എൻ്റെ ഒരു കസിൻ തന്നെ എന്നോട് പറഞ്ഞു ലൈക്ക് ഹൈ പൊസിഷനിൽ ഇരിക്കുന്നു, നല്ല കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പം ഞാൻ ഓർക്കും, എന്റെ ചേച്ചി ഞാൻ ഓർക്കാറുണ്ട്. നമ്മൾ നാട്ടിൽ വെച്ച് പറയും, കൊച്ചിലെ വീട്ടിൽ വെച്ച് പറയും, ഉറക്കെ ചിരിക്കരുത്, ഉറക്ക മിണ്ടരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇവിടെ വന്നിട്ട് മീറ്റിംഗ് കഴിയുമ്പം ദുബായിലാണ്, ഏറ്റവും ഉറക്കെ ചിരിക്കുന്നവൻ അവിടുത്തെ ഏറ്റവും വലിയ ആളാകും. ലൈക്ക് all those things are happening. We cannot change what are the things we were brought up, all those things. അത് നമ്മളെ ഒരു ഇംബൈബ് ചെയ്ത ഒരു ഇതാണ്, നമ്മളെ ട്രെയിൻ ചെയ്ത് വെക്കും. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യല്, ഇങ്ങനെ ചെയ്യല്. കാരണം ഇപ്പം തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ മോൾക്ക് അവളുടെ ഇഷ്ടമുള്ള കോഴ്സിന് വിട്ടില്ല, അവളുടെ ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി വിട്ടില്ല. അവരൊത്തിരി ഡിസ്കസ് ചെയ്തു മോളെ വിടാൻ തയ്യാറല്ല. മേ ബി ദ ഫിയർ ലൈക്ക് വെളിയിൽ പോയാൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ. But those things, carried forward. I'm saying it will carry forward. അവരുടെ മൈൻഡ് സെറ്റിലും അവരുടെ ലൈഫിലും പിന്നെ അവരുടെ മനസ്സിൽ ഓക്കെ there is a disparity between me and my brother. അത് അവരുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളും. അത് നമുക്ക് തോന്നത്തില്ല, നമ്മളിതൊന്നും ശ്രദ്ധിക്കാൻ നമുക്കുള്ള നേരെയില്ല. നമ്മള് ലൈക്ക് എൻ്റെ ഇളയ മോളുടെ ഒരു ക്ലാസ്മേറ്റ് കഴിഞ്ഞ വർഷം അവരിവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവള് ടീനേജേഴ്സ് യൂസ് ടു ഷെയർ മോർ ദാൻ ടു ദം. അവര് തമ്മിൽ കൂടുതൽ ഷെയർ ചെയ്യും പേരൻസിനെക്കാളും. വെല്ലോ ഫാമിലി അവളുടെ 4 വയസ്സുള്ള ആങ്ങളെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. റിലേറ്റീവ്സിന്റെ മുന്നിൽ അവന്റെ ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ്സിനെ പറ്റി പറയുന്നു, ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നു ചെറിയ ആങ്ങളെ. ഇവള് സ്കൂളിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ 13th കഴിഞ്ഞ് പോകുന്നു. അവളുടെ വിഷമം എന്താ? അവൾ ഇച്ചിരി ഫാറ്റാണ്. അവളോട് എപ്പോഴും അമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, റിലേറ്റീവ്സിന്റെ മുന്നിൽ വെച്ച് പറയും, ഓ മോളെ നീ ഒത്തിരി ഫാറ്റ് ആണ്. നീ അവരുടെ മുന്നിൽ വെച്ച് പറയോ ഞാൻ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്, അവളുടെ ഫാറ്റ് കുറയ്ക്കണം, അങ്ങനെ കുറയ്ക്കണം. അങ്ങനെ ഒരു ബോഡി ഷേമിങ്ങിന് അമ്മ പോലും പറയുക. അമ്മ അറിയുന്ന പോലും ഇല്ലായിരിക്കും, അമ്മ അറിയുന്നേ ഇല്ല. അമ്മ വിചാരിക്കുന്നത് ഞാൻ ആ കുഞ്ഞിനെ നല്ലതാക്കാൻ പറയും. പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടായ വിഷമങ്ങൾ, സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്നു ഫ്രണ്ടിനോട്. ലൈക്ക് I came to know from my daughter and they are sharing her with her, telling that see my home they are doing like that, I am very sad for it എന്നൊക്കെ വലിയ ബയസ് നമ്മുടെ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഗ്രേസ് പുഷ് ത്രൂ ആൻഡ് ഒരു ഫീമെയിൽ ചൈൽഡ് നമ്മുടെ ക്ലാസ്സിലോ ഗ്രൂപ്പിലോ, നമ്മളെല്ലാവരും സെൻട്രൽ സ്കൂളിൽ, ഞാൻ അബുദാബി നേരത്തെ 7-8 വർഷം സെൻട്രൽ സ്കൂൾ ഇവിടെയും പഠിപ്പിച്ചതാണ്, ബോംബെയിലും ഉണ്ടായിരുന്നു. നമ്മളൊരു ക്ലാസ്സിൽ ഒരു കുട്ടി അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ നീ ഒരു ബോസിയാണ്, അല്ലെങ്കിൽ നീ അബ്രേസിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യരുത്. നെവർ ബ്രാൻഡ് എ ചൈൽഡ് ഫോർ ദാറ്റ്.
She may have inherent qualities of a leader. She can do so many good things later. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ ഓക്കെ നീ മിണ്ടാതിരി, അല്ലെ നിന്റെ അങ്ങനെ പറഞ്ഞു, ഓക്കെ യു കീപ് ക്വയറ്റ്, ഡോണ്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. That's we can teach manners, tell them to be like, polished, respect others. Adu paranjonde when you talk you can be assertive, I can tell my points across, but in a very good manner with due respect to everybody. Adu nammal parayana, allade avarde kazhivine nammal pennayidonde avarde kazhivu nee mindallennu paranju cheyadu. Everybody's voice should be heard. None of us are perfect, ഇപ്പൊ എന്റെ മക്കളോട് ചോദിക്കും, ഓ മോം യു അമ്മ എത്ര നല്ല പെർഫെക്റ്റ് ഒന്നും അമ്മ ഞങ്ങളെ നോക്കിയിട്ടില്ല, അല്ലെ നോക്കാൻ നേരം കിട്ടിയിട്ടില്ല. അവരത് പറയും. കാരണം അങ്ങനെ നമ്മൾ പല കാര്യങ്ങളിൽ ബിസി ആകുമ്പോൾ അവർക്കത്, അപ്പൊ നമുക്ക് ആർക്കും ഒരു പെർഫെക്ഷനിൽ ഒരു നല്ല ഭാര്യ ആകാനോ അല്ലെ ഒരു നല്ല അമ്മയാകാനോ നല്ലൊരു മരുമോളാകാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ബാലൻസ് ചെയ്യുവാണ്. നമ്മൾ പല കാര്യങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്നത്. God has given very good this thing, like, the females, multitasking ability. I am very proud to say it is a men, than men, we ladies have that multitasking capacity. രാവിലെ എണീറ്റ് മക്കളെ വിടുക, അത് ചെയ്യുക, അത് wherever you are not working, how much the effort housewife will do in order to manage the house, because the whole thing they will be doing, right? ആ മൾട്ടിടാസ്കിംഗ് എബിലിറ്റി ഉണ്ട്. പക്ഷെ എല്ലായിടും ഒന്നും നമ്മൾ പെർഫെക്ഷൻ ആണോന്നില്ല. ചിലപ്പോൾ ഒരു നല്ല ഭാര്യയായി എല്ലാം നമ്മൾ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ പല പല കാര്യങ്ങളും നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, അത് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മുടെ വോയിസ് ക്യാൻ ബി ഹേർഡ് വിത്ത് ഗുഡ് ഡിസ്കഷൻസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നൗ വെൻ ഐ ടോക്ക് അബൌട്ട് എ ജെൻഡർ ഈക്വൽ വേൾഡ്, the most important 3 points: equality, diversity and inclusion, EDIs, which are the necessities of life. So sometimes ipam nalla oru meeting, like, suppose women are at the top, even if they are saying some assertive, I am telling, I don't agree with anybody talking with ill-mannered nature. I don't agree. Mannerism should be kept wherever you are, whatever you are. So നമ്മൾ ഒരു assertiveness, I can be assertive in my point. ഇല്ല, എന്റെ പോയിന്റ് ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയാൻ എനിക്ക് പറ്റും. But I should be in a very modest way I can put forward. പക്ഷെ അസർട്ടീവ്നെസ്സിന് അഗ്രസീവ് ആണ് അബ്രസീവ് ആണെന്ന് പറയാൻ പാടില്ല. ഓക്കെ, അഗ്രസീവ്നെസ് ആണ്, ഷീസ് എൻ അഗ്രസീവ് ലേഡി എന്ന് ഒരിക്കലും പറയരുത്. അതൊരിക്കലും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹോം. നമ്മളുടെ വീട്ടിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ മക്കളോടെ, അല്ലെ നമ്മുടെ ഭർത്താവ്, നമ്മളുടെ പേരൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് സോ മെനി തിങ്സ്, മെന്റൽ സ്ട്രെങ്ത്, റെസിലൻസ് ഫ്രം ഡ്രോബാക്സിൽ നമ്മൾ ഹൗ യു കം ഔട്ട് ഓഫ് ഇറ്റ്. നമുക്ക് all ladies I know have that inherent power of coming out of setbacks. പ്രയാസങ്ങൾ വരുമ്പോൾ ആർക്കും പറയാൻ പറ്റില്ല എന്റെ ലൈഫ് നല്ല പെർഫെക്റ്റ് ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുമായിരിക്കും പെർഫെക്റ്റ് ലൈഫ്, ബ്ലോഗേഴ്സ് ഒക്കെ ഒത്തിരി അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യും. ബട്ട് അറ്റ് ദി എൻഡ് വാട്ട്സ് ഹാപ്പനിങ് ഓൾസോ വി ആർ സീയിങ്, റൈറ്റ്? സോ ആർക്കും പറയാൻ പറ്റില്ല എന്റെ ലൈഫ് ഞാൻ പെർഫെക്റ്റ് ആണ്, എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ പല പല ഡ്രോബാക്സ് വരുമ്പം അതിൽ നിന്ന് നമ്മൾ റിസിലന്റ് ആവും. നമ്മൾ അതിൽ നിന്ന് ലൈക്ക് ഈഗിളിനെ മാതിരി പൊങ്ങി വരണം. നമ്മൾ we have to do it with all respect and discipline. So what I am saying, as ladies, we should be clear in our thoughts and we should be diplomatic. We have to have the diplomacy at home, at your workplace, wherever you are. Now, in any organization where you are attached to it. At the same time, with diplomacy, you can be assertive. നമ്മളുടെ പോയിന്റ്, നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാം. അത് നമ്മൾ മിണ്ടാതിരിക്കലോ. അവർക്ക് എന്ത് വിചാരിക്കും? നമ്മളുടെ ഏറ്റവും വലിയൊരു എസ്പെഷ്യലി ഇൻ കേരള കൾച്ചർ, നമ്മളെല്ലാവരും ഒരു ഓർത്തഡോക്സ് ഫാമിലീസിൽ നിന്നുള്ളതാണല്ലോ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലീസിൽ നിന്നുള്ള. നമുക്കെല്ലാം ഒരു ഇൻബോൺ ഒരു സെറ്റ് കൾച്ചർ ഉണ്ട്. അയ്യോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും. സോ യു ഷുഡ് ബി ക്ലിയർ ഇൻ വാട്ട് യു ആർ ടോക്കിംഗ്. ലൈക്ക് നമ്മൾ പറയുമ്പോൾ അങ്ങനെ വിചാരിച്ചോണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. we have to be clear in our thoughts. മറ്റുള്ളവർക്ക് എന്ത് തോന്നും, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എന്ത് തോന്നുന്നു വിചാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. I don't know how many of you will agree with me. These are my thoughts. So how to break this? Mingle with people who are different from you. നമ്മൾ ഒരു ബബിളിനകത്ത് ഒരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നാൽ നമുക്ക് പലതും പറ്റില്ല. നമ്മളൊരു അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ പള്ളിയിലായാലും നമ്മുടെ ഗ്രൂപ്പിലായാലും ഒരു ഡിഫറെന്റ് ഡ്രസ്ഡ് പേഴ്സൺ, ഡിഫറെന്റ് നേച്ചർ, ഡിഫറെന്റ് കൾച്ചർ വന്നാൽ we should be ready to say hi, hello, how are you, how is everything going on with you എന്നൊന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് വേണം. അത് ചിലപ്പോൾ നമുക്കൊക്കെ അത് കുറവാണ്. നമ്മളുടേതായ ഒരു ബബിളിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ നോക്കും. We don't try to mingle with them. When we mingle with the multicultural,
At the same time, keep deep rooted in your faith and culture at the same time. But you can imbibe good qualities from others, right? എല്ലാവരിൽ നിന്ന് നമുക്ക് പല നല്ല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും പോസിറ്റീവ് എക്സാമ്പിൾസ് ഒബ്സർവ് ചെയ്യുക എപ്പോഴും. സി, നമുക്കിപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്, വി ഡോണ്ട് നോ വിച്ച് ഇസ് ഗുഡ് ആൻഡ് ബാഡ്. സോഷ്യൽ മീഡിയ അതുപോലെ ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി മാസ് മീഡിയ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. വി ഹാവ് ഡിബേറ്റ്സ്. വി ടോൾഡ് ദം ലൈക്ക് ഹൗ ബാഡ്ലി സംടൈംസ് ഇറ്റ് ഇൻഫ്ലുവൻസസ്. Because some good influences are there, it is needed. But positive examples നമ്മൾ കണ്ടുപിടിക്കണം. And be specific in your intent. Specificity വേണം ഏത് കാര്യത്തിനും. ഏത് നമ്മൾ പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞല്ല നാളെ പറയണ അങ്ങനെ, like intention should be specific. And change the way you do things. നമ്മളിപ്പം ചെയ്ത ഒരു കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നു, അല്ലെ വേറൊരാൾ നമ്മളോട് പറയുന്നു അത് നമ്മൾ ശരിയായില്ല, അല്ലെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് യുവർ അവയർനെസ്. നമ്മളൊരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ്, ക്ലോസ്ഡ് ബബിളിൽ നിന്നാൽ നമ്മളുടെ അവയർനെസ് കുറയും, നമ്മളുടെ ഔട്ട്ലുക്ക് കുറയും. അപ്പൊ നമുക്ക് പലതിനെയും നമുക്ക് ഇങ്ങോട്ട് നമ്മൾ പറയണ്ടേ, ഇംബൈബ് ചെയ്യുക, സ്വീകരിക്കാൻ പറ്റാതെ വരുമ്പം നമ്മുടെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, സ്റ്റാഗ്നന്റ് ആവുകയാണ് ചെയ്യുന്നത്. So if I ask you, I am telling you the most powerful woman in this meeting is you. Only you can do it. Nobody else can do it. Okay. We don't have to look upon other people or anybody in order to have a clear path. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും സ്ട്രോങ് വുമൺ. അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും I am the strong woman, I can do so many things എന്നുള്ള ഒരു വിചാരം നമ്മളിൽ ഉണ്ടെങ്കിൽ I can be a good mother. Then we can be a good mothers, we can be good wives, good models, good everywhere you can be a role model. But everybody, there will be criticism. I'm not saying that we all are like fully foolproof, nothing is will go, nobody will say anything against you. That won't happen. Some examples which I took for this thing is gender equality. So many, I know in ഏത് ഫീൽഡിൽ നോക്കിയാലും ഒത്തിരി നല്ല സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണാൻ പറ്റും. For me, I just took Greta Thunberg, an activist. ഇവിടെ മോദി ഗവൺമെന്റ് ഒത്തിരി criticism അതിനെയും ചെയ്തു. She was like doing for the environmental all those things and all, Times Person of the Year award ഒക്കെ കിട്ടി. പക്ഷെ ഒത്തിരി criticism ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു കുട്ടിയാണ്. For me, among the politicians, if you ask me whom you adore, I adore Jacinda Ardern. I have taken the picture also now. The Prime Minister of New Zealand, how humble she is, how എത്ര നല്ല ഒരു nature. We have to learn a lot from her. ഒരാൾ കോണ്ടാക്ട് ചെയ്യോ മെയിൽ ചെയ്യോ എന്ത് ചെയ്താൽ she will respond. If she will respond. അല്ലാതെ ഒരു ഫോൺ വന്നാൽ വിളിക്കാതിരിക്കുക, അങ്ങനെ ഇത്രയും ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളിന്റെ ഹംബിൾനെസ് ആൻഡ് ഹൗ ഷി മാനേജസ്. ബേബി ഉണ്ടായത് ടീമിലാണ്. Then Sanna Marin, Finland's youngest prime minister. Then all these things, so many we can say. There are no limits. I'm just limiting to this. Usha Kiran, who guerrilla task the first CRP officer. ISRO women scientists, നമ്മുടെ ഇന്ത്യയുടെ മംഗളയാൻ 5 പേരുണ്ടായിരുന്നു അതിനകത്ത് team members. They should be applauded, right? Because how much effort they must have brought in order to break the bias, then come to this. Okay, come to that positions and all. നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഒത്തിരി എക്സാമ്പിൾസ്. Anna Mehrotra, ആദ്യത്തെ women lawyer, Anna Chandi. Then Anna Mehrotra, the ICS first IAS woman officer. പിന്നെ കമല സുരയ്യ, ഒത്തിരി നമ്മൾ ഏത് ഫീൽഡിൽ we are looking upon. നമ്മളിപ്പോ ഒരു ഫിലിം ഫീൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിന്റെ തന്നെ ആയിരിക്കാം, റിലീജിയസ് ഫെയ്ത്തിലായിരിക്കാം, ഏതിലും ഒത്തിരി നല്ല നമ്മൾ ഏതിനെ നല്ലതായിട്ട് കാണും. ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും who have crossed the bias and then come out of it with a lot of struggle. It is not like easy. ഒരു റോളിംഗ് സ്റ്റോൺ gathers no moss എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു സ്മൂത്ത് ജേർണി ഒന്നും അല്ല ഇങ്ങനെ ഒരു പൊസിഷനിലോട്ട് വരുന്നത്. They must have come across a lot of problems where they stood strong with convictions. This is my role model, Jacinda Ardern. She proved that women can have it all, career and family. She was pregnant, and it is not only those things. How nicely she's behaving with the public, with everybody who's over in the country and all those things outside. But there were criticism for her also. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കണ്ട് പറഞ്ഞു താലിബാൻ അവിടോട്ട് വരാൻ പറ്റിയ ഒരാള്
പോകാൻ പറ്റുന്നില്ല. ലൈക്ക് they wanted to, I mean, കൊറോണയുടെ സമയത്ത് തിരിച്ച് അവിടെ കൺട്രിയിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് she didn't allow, how they banned during the COVID times, nobody should enter and all those. അതിന് criticism ഒക്കെ ഫേസ് ചെയ്തു, but that's a secondary thing. There will be negative always, people will talk negative. So what are the consequences? നമ്മൾക്ക് പാൻഡമിക് വന്നതോടുകൂടി എല്ലാവരുടെയും ലൈക്ക് സെറ്റ് ബാക്സ് ലൈഫിൽ ഉണ്ടായി. എനിക്ക് തോന്നുന്നു അതിലെ പ്രോഫിറ്റ് നേടിയ എഡ്യൂക്കേഷൻ സെക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വിമൻ ലൈക്ക് നമ്മളുടെ ഒരു വീടുകളിലെ ഡൊമസ്റ്റിക് വയലൻസിന്റെ സർവേയിൽ ഇറ്റ് ഈസ് വെരി ഹൈ. വേൾഡ് ഇക്കണോമിക് 2021 സർവേയിൽ അവര് പറയുന്നത് ഇനിയൊരു ഇത്രയും വർഷം 135.6 years ഉണ്ടെങ്കിൽ ലോകത്തിലെ വേൾഡ് വൈഡ് ഗ്യാപ്പ് ഒക്കെ മാറാൻ പറ്റും. അവരുടെ ഇൻഡെക്സ് അവർ വിട്ടിട്ടുണ്ട്. I told you, I think in the beginning, India's rank 140th rank in gender equality out of 156 countries. Okay, നമ്മൾ ഏറ്റവും താഴെ പോന്നിട്ടുണ്ട്. അത് ലൈക്ക് എത്ര വർഷങ്ങൾ ചെയ്താൽ മാറും, അല്ലെ ആ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റും. everybody can be a contributor, in that. So it's not like that. നമ്മൾ വിചാരിക്കും ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ യൂത്തിൽ അല്ലെ എന്റെ യങ്ങർ ഏജിൽ എന്റെ കോളേജ് ടൈമിൽ I had so many aspirations I wanted to do, I wanted to change the world. So, but I think we should be wise enough to think that, so ഒരു സ്മോൾ നമ്മുടെ ഒരു ചെറിയ ഇതിൽ ചെന്ന് നമുക്ക് ലോകത്തിനെ ഒന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ മാറ്റി നമുക്ക് പല കാര്യങ്ങളും നേടാൻ പറ്റും. ഇന്നിപ്പോ ഒരു ലോകത്തിൽ ഒരു രാജ്യങ്ങൾ പോലും ജെൻഡർ ഇക്വാലിറ്റി ഇതുവരെ അച്ചീവ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. യൂറോപ്യൻ കൺട്രീസ് പോലും ഇല്ല സർവേസിലൊന്നും. So this is it is not at all hard to understand a person, but it's very hard to listen without bias. ഒരാൾ പറയുന്ന കാര്യം അവരൊരു മുൻവിധി അല്ലെ ഒരു ഓക്കെ നീ അങ്ങനെയാണ് അല്ലെ അങ്ങനെയാണെന്ന് പറയാതെ ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും നമ്മളിപ്പോ ഒരു എസ്പെഷ്യലി ടീച്ചിങ്ങിലൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അവരെ കേൾക്കുക. അല്ലെ എത്ര റീസൺസ് കാണും അവർക്ക്, പല പല കാര്യങ്ങൾ കാണും, അവരുടെ റീസൺസ് എന്തുകൊണ്ടാണ് അവർ വരാതിരുന്നത്. ഇപ്പൊ നമ്മുടെ കരിക്കുലത്തിലൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ല. നമ്മളുടെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, കോളേജിൽ, ഈവൻ സൺഡേ സ്കൂൾ. I have been teaching for so many years. Bombay, when I was Bombay Badrasan, I was involved in that, Suvarta Patrika editorial board and everything. I was there. But what I feel is that, നമ്മുടെ കരിക്കുലം സൺഡേ സ്കൂൾ ആണെങ്കിലും നമ്മളൊരു റേസ് പോലെയാണ്. ഇത്ര ചാപ്റ്റർ പഠിക്കുക, ഇത്ര മെമ്മറീസ് പഠിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. ബട്ട് അവിടെ ഒരു ഷെയറിംഗ് ദെയർ feelings. What had happened last week? How was it with you? How everything is going on? Are you okay? അങ്ങനെ ഒരു സംസാരം നടക്കാൻ, ഒരു ഷെയറിങ്ങിനുള്ള ലിസണിങ് നടക്കുന്നില്ല. അത് നടക്കാനുള്ള സംവിധാനം നമുക്കില്ല. ബിക്കോസ് we are busy with covering syllabus, covering the the protocols which have been given to us. അതൊരു ലൈക്ക് പോളിസി മേക്കേഴ്സ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതിലേക്ക് ചേഞ്ചസ് ചെയ്ത് ഫോക്കസ് മോർ ടുവേർഡ്സ് ഷെയറിംഗ് ആൻഡ് കെയറിംഗ്, ലിസണിങ് their thoughts, where we can solve so many problems of women, children and everybody, So ഇന്നിപ്പം നമ്മളിപ്പോ ഇതെല്ലാം പറയുമ്പോൾ ലൈക്ക് ഇനിയൊരു വേൾഡ് മുന്നോട്ട് പോകുമ്പോൾ ലൈക്ക് ഇപ്പം തന്നെ ഓൾറെഡി ആയിട്ടുണ്ട്. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. I can be good in my group, I can be good in my place, I can be good in my unit. But when it comes to the challenging world, so many international projects, ഇവർ academics-ൽ തന്നെ UAE തന്നെ പല പല ചേഞ്ചസ് കൊണ്ടുവരാൻ പോവാ വരുന്ന വർഷം. They have plans, 2030 plans, 2050 plans എല്ലാം കൊണ്ടുവരുന്നുണ്ട്. I heard that they are bringing a very big universal project known as Minerva project, where the whole curriculum advancement in curriculum കൊണ്ടുവരുന്നു. ലൈക്ക് അങ്ങനെ പല പല ചേഞ്ചസ് വരുന്ന കാലം. ട്രാൻസ്ഫറബിൾ സ്കിൽസ്, ഇപ്പൊ നമ്മുടെ പോളിസി മേക്കേഴ്സ് പാൻഡമിക്കിന് ശേഷം ഉണ്ടാകുന്ന നമ്മുടെ ഈ ചലഞ്ചസിനെ, ഏത് ചലഞ്ചസിനെ നേരിടാൻ പറ്റും. സോ നമുക്കൊരു റിയലിസ്റ്റിക് മോഡൽസ്, ഐ എം ടോക്കിംഗ് ഇൻ എ ജനറൽ ആസ്പെക്ട്, വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ, യങ് പീപ്പിൾ, നമുക്കൊരു മോഡൽസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, വിശ്വസിച്ച് കാണാൻ. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, ഈ എഴുതി അത് ഇന്ന് വലിയൊരു പ്രയാസമാണ്, നമുക്കത് കാണാൻ പറ്റണം. സോ വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് don't worry about what others are thinking. ഇപ്പൊ അത് ചിന്തിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ there is no end for anything. We cannot grow. Suppose now if I think what others are going to think about me when I am talking, my convictions or my talk when I am saying, if I think, okay, what are others going to tell about me, or അങ്ങനെ വിചാരിക്കുമ്പം like there will be so many, it cannot go further, like, so നമ്മുടെ കംഫർട്ട് സോണിന് വെളിയിൽ വന്ന് നമുക്ക് നമ്മുടേതായ കൺവിക്ഷൻ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റി, നമ്മൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ we can break all the bias. So in our Bible,
1 Thessalonians, therefore, encourage one another and build each other up, just as in fact you are doing. Here verse, encourage each other. That is the first thing what we can do to break the bias, you know. എല്ലാവരും കാണും, എല്ലാ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റി, എല്ലാ കാറ്റഗറി, എല്ലായിടത്തിലുള്ള ആൾക്കാർ കാണും. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. എന്നാലേ ഒരാൾക്ക് വേറൊരാളെ ലിഫ്റ്റ് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാൾക്ക് ഒത്തിരി വീക്ക്നെസ് ഉണ്ട്, അല്ലെ അവർ ഡിസേബിൾഡ് ആണ്, അല്ലെ എന്തെങ്കിലും കാര്യത്തിൽ പ്രയാസമുണ്ട്. If you lift them up by encouragement, then things will change, you know. The biblical verse is very motivating. So ഞാനിപ്പോ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളാൽ എന്ത് സാധിക്കും, ലൈക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് യു നോ ആസ് എ സിംഗിൾ പേഴ്സൺ. ഐ എം സെയിങ് നമ്മളെ നേരെ തല ഉയർത്തി നടക്കുക, നിർഭയം മുന്നോട്ട് പോകുക. ആരെയും നമ്മൾ പേടിച്ചിട്ടൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. ലൈക്ക് യു നോ, അവരെന്നെ അങ്ങനെ എല്ലാത്തിനും നമ്മളൊരു ലൈക്ക് people should look upon us, you know. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുക, നമ്മൾ ഏറ്റവും നല്ലൊരു നമ്മളിൽ കൂടി മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു റോൾ മോഡൽ ആകാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നമ്മളിൽ ഉണ്ടാകണം. That should be by breaking the bias we should do, so that you can break the bias and you can try to make equality among the group wherever we are. Martin Luther King പറഞ്ഞ, if I cannot do great things, I can do small things in a great way. There were so many criticism for that person also. I'm not going into all those things. നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടേതായ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. So these are the references where I took all this data and all, you know, global gender gap reports, UN Women Day എല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. So these are the points. Did I exceed the time? Oh, sorry. Okay, so these are the points which I wanted to share with you. This topic is very good for, like, you know, debate and all those things. You can share the experiences. That should be always, you know, നമ്മൾ ഏതൊരു മീറ്റിംഗിലൊക്കെ ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം പലരുടെയും ഭാരങ്ങൾ കുറയും, പലതിൽ നിന്ന് പഠിക്കാനും പറ്റും. These are my words for today. So my sincere thanks to Jiju Achan, Tinu Kochama, Ajit Achan, Neetu Kochama, and all the office bearers, Noble Sam, Suja, and everybody for inviting me to this program. Thank you all. Best wishes from myself for all your endeavors. I know you all are strong people and you are very talented. You can do things. Thank you so much. Thank you for everything. അർത്ഥവത്തായ വാക്കുകളാൽ ഈ ശാഖാ മീറ്റിങ്ങിനെ ധന്യമാക്കിയ ജോളി മാമിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. There is a man in every woman, a he in every she, and a hero in every heroine. Give her an equal opportunity and you will see the benefit with your eyes. നല്ലൊരു നാളേക്കായി സുസ്ഥിരമായ ലിംഗസമത്വം ഇന്നേ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആസ്വദിക്കാം യൂത്ത് ഫോറം മെമ്പേഴ്സിന്റെ മനോഹരമായ ഒരു ഡാൻസ്. Bias is a wall. It's a glass ceiling that separates us from the fact that we are all equal. Gender bias must be broken because it leads to hate, it leads to violence, it leads to cages. Bias leads to discrimination in all walks of life, be it at home or at workplace, where dangerous stereotypes are holding women back. Break the bias means it's time to question our minds on how we value ourselves and the women around us, and challenge our conscious and unconscious biases. This International Women's Day, let's break the bias and work towards a world free of stereotypes and discrimination. लंबी डगर है पर हिम्मत है संग, पाँव पे छाले हैं सांसें बुलंद, लड़ने चली हूँ आज
आजादी की जंग बेखौफ आजाद है जीना मुझे बेखौफ आजाद है रहना मुझे बेखौफ आजाद है जीना मुझे बेखौफ आजाद है रहना मुझे Home should be the most significant place of healing and hope, the place where women experience the joys of being respected, appreciated, esteemed, included, and celebrated. After all, God Himself made women in His image. As Genesis 1:26-27 states, male and female He created them. When we denigrate a woman, we are in fact diminishing part of the image of God. When we exclude women, we exclude part of God. When we put women down, we tarnish the image of God. Male and female are equally loved and valued by God. Paul wrote to the Galatians in chapter 3, verse 28, "There is neither Jew nor Gentile, neither slave nor free, nor is there male and female, for you all are one in Christ Jesus." In Christ, there is no distinction in value between male and female. There is no bias. So, let it be the home, the church, that leads the way and sets the example of placing value upon womanhood, creating a gender-equal world. रीति की जंजीरें खा गई जंग न्याय के मंदिर भी हो गए भंग जमाना चले ना चले मेरे संग बोलूंगी हल्ला आवाज दबंग बेखौफ आजाद है कहना मुझे बेखौफ आजाद है रहना मुझे बेखौफ आजाद है कहना मुझे बेखौफ आजाद है रहना मुझे Let's believe that glass ceilings are designed to be shattered, that obstacles are meant to be overcome, and there is nothing we cannot achieve if we set our hearts on it. Let's uplift our daughters, sisters, mothers, and colleagues to know that to be feminine is not to be weak. It means to be independent and kind, to be brave and fearless, to be bake-off. Let's create a world free of bias, stereotypes, and discrimination. A world that's diverse, equitable, and inclusive. A world where difference is valued and celebrated. Together, we can create women's equality. Collectively, we can all break the bias. Thank you, Youth Forum. Every woman's success should be an inspiration to another. We are strongest when we cheer with each other. Serena Williams. Sakyam Shagha announcement-നായി അബുദാബി മർത്തോമ യുവജന സഖ്യം ലേഡി സെക്രട്ടറി നല്ലൊരു സംഘാടകയുമായ സുജ റജിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അബുദാബി മാർത്തോമ യുവജന സഖ്യത്തിന്റെ 29ാമത് ശാഖാ മീറ്റിംഗ് വുമൻസ് ഡേ സെലിബ്രേഷനായി നടത്തുവാൻ സാധിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് മെയിൻ ടോക്ക് പറഞ്ഞ ജോളി മാമിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റിലേക്ക് കടന്നുകൊള്ളട്ടെ. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ സോങ് ബുക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഗേറ്റ് നമ്പർ 3 കൗണ്ടറിൽ ലഭ്യമാണ്. എല്ലാവരും അത് വാങ്ങിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർ പ്രയർ ഗ്രൂപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. മാർച്ച് മാസം 19
6 PM ഖുദറിയാത്ത് ഐലൻഡിൽ വെച്ചാണ് ഏവരെയും ഹാർദവമായി ആ മീറ്റിംഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ശ്രീ ജെറിൻ ജേക്കബിനെ ബന്ധപ്പെടുക. വെൽനസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ പ്രാക്ടീസ് ഖുദറിയാത്ത് ഐലൻഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. കെയർ ആൻഡ് ഷെയർ പോർട്ട് യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി കെയർ ആൻഡ് ഷെയർ പോർട്ട് ലഭിച്ചിരിക്കുന്ന എല്ലാവരും അത് തിരികെ ഏൽപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഗേറ്റ് നമ്പർ 3 അടുത്തുള്ള കൗണ്ടറിൽ ഏൽപ്പിക്കുകയോ ബോണി ഫിലിപ്പുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. സ്നേഹഭവനം പ്രോജക്ടിന്റെ ധനശേഖരണാർത്ഥം പൊതിച്ചോർ സെയിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഗേറ്റ് നമ്പർ 3 ലഭ്യമാണ്. എല്ലാ ഇടവചനങ്ങളും ഈ സംരംഭത്തെ സഹായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. പിതോ രക്ഷിത കൗമാരെ, ഭർത്രോ രക്ഷിത യൗവനെ, പുത്രോ രക്ഷിത വർദ്ധിക്കെ, നാ ശ്രീ സ്വാതന്ത്ര്യം അർഹിതേ എന്ന മനസ്മൃതിയുടെ കാലഘട്ടത്തിൽ നിന്നും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തറയായ കുടുംബകാര്യങ്ങളിലും രാഷ്ട്ര നിർമ്മാണത്തിൽ തുടങ്ങി ബഹിരാകാശത്തെയും പുരുഷനോട് തോളോട് തോൾ ചേർന്ന് പുതിയൊരു നാളെയെ വിഭാവനം ചെയ്യുവാൻ സ്ത്രീകൾ നൽകുന്ന പങ്ക് വലുതാകുന്നു. എല്ലാ വനിതകൾക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ. താങ്ക് യു. താങ്ക് യു സുജ ചേച്ചി. സഹജീവി എന്ന സാമാന്യ പരിഗണനയ്ക്കായി കാത്തു നിൽക്കേണ്ടവരല്ല സ്ത്രീകൾ. വ്യക്തി എന്ന നിലയിലുള്ള മാന്യതയും തുല്യ പരിഗണനയും സ്ത്രീകളുടെ അവകാശമാണ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഓരോ സ്ത്രീയുടെയും ജീവിത സാഹചര്യങ്ങൾ എപ്രകാരമാണെന്ന് വരച്ചു കാട്ടുന്നതിനായി അബുദാബി മർത്തോമ സേവികാ സംഘം ഒരുക്കുന്ന ഒരു ചലച്ചിത്ര ആവിഷ്കാരം നമുക്ക് ആസ്വദിക്കാം. So in Christ Jesus, you are all children of God through faith. For all of you who were baptized into Christ have clothed yourselves with Christ. There is neither Jew nor Gentile, neither slave nor free, nor is there male and female, for you all are one in Christ Jesus. Galatians chapter 3 verses 26 to 28. We, the Abu Dhabi Marthoma Suvishesha Sevika Sangam, are here today with a small recording on our thoughts that would help us to fight for gender equality. Gender equality at home. Home is where the heart is, but it is also the first place where children are socialized into gender norms, values, and stereotypes. From the moment babies are born, their assigned sex immediately begins to shape how they should be treated, what opportunities they should receive, or how they should behave according to dominant gender stereotypes in their society. Now, how can we bring about a change? Let's have a look. Assign the role of caregivers to boys from an early age. Women globally perform more than twice the unpaid care work at home than men. This deprives young girls and women not just of equal opportunities for education and formal paid work, but also enough time to rest and rejuvenate themselves. Instead, equally dividing the house chores and care work between males and females must be the first step towards achieving gender equality. Delegate the housework and caregiving role to boys from a very young age, along with girls. Eric, can you please help Erina to fold the clothes? Sure. Wow, good job, guys. Thank you. Very good. This is a small gift for you. Thank you. Put an end to body shaming. Body shaming is an established behavior in society that expects you to match up to a certain beauty standard of physical appearance. Thus, parents must lead by example and be cautious to be not critical of body image and reject any obnoxious sexist stereotypes of unrealistic body standards.
children must be taught that looks don't matter, but actions do, and encourage them to embrace diversity by introducing them to role models irrespective of gender, color, and ethnicity. Tanya, what's wrong? You look so upset. Something terrible. What happened? We were walking in school and these boys came and started chasing my friend. They called her fat. It's so unfair. Why did they say that? Yeah, you're right. It's unfair and those boys should have never said that. But you remember what we learned in Sunday school last week? That you're wonderfully and fearfully made by God? Do you know what that means? It means that we're all special. Yes. So you go back to your friend and tell her that we're all God's masterpiece and nobody has the right to body shame us. Engage your children in gender-specific discussions at home. Talk to your children about women's rights and gender equality and what efforts are to be put in to bring about a gender-equal world. They must be made to understand that human beings are equally vulnerable irrespective of gender, and the dichotomy of a tough father and a soft mother isn't necessarily true across the world. Empower your kids, especially girls, to voice their opinions on gender equality. Today being the International Women's Day, and the theme for this year is Break the Bias, I have a question. I had an argument with my brother. He told me he's going to hang out with his friends today. And he said that Appa would easily allow him to go out with his friends, but you would be reluctant to allow me to go out with my friends. What is your opinion on that? Today, being the International Women's Day, you asked a very good question. First of all, I want to wish all the women the very best. Definitely, I would allow you to hang out with your friends, but my reluctance is only based on the concern for your safety, because the society at large is not behaving, or they don't behave as we want to. But this has to change. But this change can only be brought by discussing engaging in more discussions and creating awareness. And also, I know at the back of your mind, when you are asking this question, what is your real concern? So for me, I think it is all about gender equality. So for me, gender equality should be there. I believe in gender equality. But it should not be by sacrificing the gender-specific roles. Each gender has a specific role in the society. So by upholding that specific, gender-specific roles, we have to move forward. So let me ask you, what does gender equality mean to you? Amma, what do you think? ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കണമെന്നും അതുപോലെ സ്ത്രീകളുടെ ഇന്നർ സ്ട്രെങ്തും പുരുഷന്മാരുടെ ഫിസിക്കൽ സ്ട്രെങ്തും ഒരു ബ്യൂട്ടിഫുൾ കോ എക്സിസ്റ്റൻസിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നാണ്. അതാണ് ഞാൻ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Gender equality at work. Let's face it, women literally make the world go round. Yet despite juggling all of life's crazy demands, birthing and raising children, providing financial stability and preparing healthy home-cooked meals, while also trying to find time for exercise, time with friends, and the occasional moments of relaxation, women are still treated as less than in the workforce. Here are a few challenges women still face in their workplace. Unequal pay, and women being promoted less often than men. Race seems to play a major role in how women are treated and compensated in the workplace. The pay a woman receives may vary depending on her race and ethnicity. Women is the symbol of power, God's finest and beautiful creation, without whom no creation is possible. It gives me great pleasure to share a small message on the International Women's Day with all of you from my office desk. Talking about women's equality, well, women's equality at work can be achieved by ensuring decent work conditions, including
equal access to workplaces, organizational entitlements, ensuring equal progression and access to leadership positions, freedom from violence, discrimination, and harassment. I believe the co-workers, ladies co-workers, should be encouraged to express their ideas and also provide opportunity for personal and professional growth. With this small note, I wish all of you a happy International Women's Day. Sexual harassment. Women working at restaurants who rely on tips for their main source of income are twice as likely to experience sexual harassment. Women lacking legal immigration status or having only a temporary work visa are also at an increased risk of sexual harassment or assault. Maternal and paternal leaves. Nurture a culture where parents feel able to take full maternity, paternity, and shared paternal leave. ഹലോ, എന്തൊക്കെയുണ്ട്? ഹലോ, എൻ്റെ മെറ്റേണിറ്റി ലീവ് സാങ്ഷനായി. അവിടെ ലീവിൻ്റെ കാര്യം എന്തായി? ഞാൻ HR വിളിച്ചായിരുന്നു. അപ്പം പെറ്റേണിറ്റി ലീവ് 5 days ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം വെച്ച പ്രശ്നമൊന്നും വരത്തില്ല. താങ്ക് ഗോഡ്. എന്തായാലും ലീവിൻ്റെ കാര്യം ഓക്കെ ആയി. ഓക്കെ, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, വെക്കുവാണേ. ബൈ. With our Lord's help, let us start creating an awareness of bias, starting from home and spreading it to our workplaces. Gender equality is not an impossible dream. However, with education and progressive thoughts of people, hopefully people can live in fairness no matter what gender they are. താങ്ക് യു സേവിക സംഘം. ഈ മനോഹരമായ പ്രോഗ്രാമിൽ കടന്നു വന്ന ഏവർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ അബുദാബി മാർത്തോമ യുവജന സഖ്യം ലേഡി കോർഡിനേറ്റർ മെർലിൻ ജനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. As we have all gathered here for this Shaga meeting, I would like to thank the Lord Almighty for all the grace that He has put in this program. #BreakTheBias. I would also like to thank Jiju Achin and Ajit Achin for all their support. A special thank you to Chinnu Kochama for the opening prayer, Neetu Kochama for the presidential address. Our guest speaker, Professor Dr. Jolly Jacob, who enlightened us with the topic Break the Bias. Also for the wonderful song by our Sakyam ladies. There is a technical team behind this. Sujit Varghese, Jubi Abram, thank you. Special thanks to Shinu Dipin, who wonderfully hosted this program. Special mention, Bible reading, Tintu Runsi. Welcome speech, Suma Biju. Closing prayer, Lali Jose. A special thanks to Lady Secretary of Youth Forum, Richa Jobin, and Sevika Sangam Secretary, Dr. Shirley George, for the arrangement of theme-based program. Lastly, I would like to thank each one of you all for joining us today. Thank you. Thank you, Merlin. ഈ ശാഖ മീറ്റിംഗിന്റെ ക്ലോസിംഗ് പ്രയറിനായി അബുദാബി മർത്തോമ സേവിക സംഘം വൈസ് പ്രസിഡന്റ് ലാലി ജോസിനെയും ആശീർവാദത്തിനായി വത്സ വർഗീസിനെയും ഏറ്റവും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്.
കർത്താവേ ദൈവമേ ഒരു കാലം ദൈവമേ അടിയങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ ശാഖാ മീറ്റിംഗ് ആയിട്ട് കർത്താവേ ദൈവമേ അവിടുന്ന് കർത്താവെ കൂടി വരുവാൻ തക്കവണ്ണം ദൈവമേ സൂം മീറ്റിംഗിലായിരിക്കാൻ തക്കവണ്ണം ദൈവമേ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ഒരുക്കി തന്ന സാവകാശനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ ദൈവമേ പലയിടങ്ങളിലായിരുന്ന അടിയങ്ങളൊക്കെയും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മ കർത്താവെ ചെയ്യുവാൻ തക്കവണ്ണം ഓരോരുത്തരെ അവിടുന്ന് എടുത്ത് സഹായിച്ചല്ലോ. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. എന്റെ കുഞ്ഞുങ്ങളോടൊക്കെയും ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ദൈവമേ കർത്താവെ സ്തോത്രം കർത്താവെ. വുമൻസ് ഡേ ആയിട്ട് കൂടി വരുവാനും കർത്താവെ മെസ്സേജ് ഒക്കെയും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഒക്കെയും കേൾക്കുവാനും ദൈവമേ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവമേ അവിടുന്ന് സ്തുതിപ്പാനും ഒക്കെയും ദൈവമേ ഒരുക്കി തന്ന എല്ലാ നല്ല സാവകാശനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ അവിടുന്ന് കർത്താവെ കൂടെ ഇരിക്കണമേ കർത്താവെ. അവിടുത്തെ സാന്നിധ്യത്തിന് മറവി ഞങ്ങളെ നിറച്ചുകൊള്ളണമേ കർത്താവെ. പ്രത്യേകിച്ചാൽ ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ കൂടിയൊക്കെയും കടന്നു പോയപ്പോഴൊക്കെയും ദൈവമേ അടിയങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹമായി കർത്താവെ കാത്തു പരിപാലിച്ചു വിധങ്ങൾക്കായി സ്തോത്രം കർത്താവെ. ദൈവമേ ഈ സൂം മീറ്റിംഗിലായിരിക്കാൻ തക്കവണ്ണം ദൈവമേ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് സഹായിച്ചല്ലോ. സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവെ. അതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കൂടുതൽ കർത്താവെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ കർത്താവെ. മുൻപോട്ടുള്ള കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ചാൽ കർത്താവെ അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ജിയോച്ചനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബമായ നിന്റെ മക്കളെല്ലാം ദൈവമേ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഇടവേക്കെല്ലാം ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. കൂടുതൽ ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് കർത്താവെ. ദൈവകൃപയിൽ പൊതിഞ്ഞാട്ട് കർത്താവെ. ദൈവമേ കർത്താവെ ദാനമായി കർത്താവ് കുഞ്ഞുങ്ങളെയും കൊച്ചുമമായ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. കൂടുതൽ നന്മകൾ പ്രാപിപ്പാൻ, കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ഇടവിലെ ജനങ്ങളെ എല്ലാവരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ പ്രത്യേകിച്ച് ആലിന് കർത്താവെ യുവന സംഘത്തിൽ കർത്താവെ ദൈവമേ അവിടുന്ന് കർത്താവെ പങ്കെടുത്ത എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവമേ അവിടുന്ന് കർത്താവെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ ദൈവമേ ഉള്ളം കയ്യിൽ വഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ കർത്താവെ പ്രത്യേകിച്ച് ആൾ കർത്താവെ മെസ്സേജിന് വേണ്ടി കടന്നു വന്ന നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് കർത്താവെ നൽകി തന്നല്ലോ കർത്താവെ. ദൈവമേ അവിടുന്ന് കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. മറ്റുള്ളവർക്ക് കർത്താവെ വെളിച്ചം പകരുവാന് അവിടുത്തെ പ്രകാശം കണ്ടുണരുവാന് ദൈവമേ ദിനംതോറും ഞങ്ങളെ എല്ലാം പ്രാപ്തരാക്കണമേ കർത്താവെ. ഐക്യമത്യത്തോടുകൂടി കർത്താവെ നിന്നെ കരുതുവാനും സ്നേഹിപ്പാനും ഉള്ള ഒരു കർത്താവെ നല്ല മനസ്സ് ദൈവമേ എല്ലാവർക്കും ഈ സമയങ്ങളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ദൈവത്തിനെ മഹത്വീകരിപ്പാന് ദൈവത്തിനെ നന്ദി കരയേറ്റുവാന് സ്തുതികൾ അർപ്പിപ്പാന് ദൈവമേ ദിനംതോറും ഞങ്ങളെ എല്ലാം ചെയ്യുന്ന നല്ല ദൈവമേ ഓരോ താലന്തുകൾക്കായി സ്തോത്രം കർത്താവെ. ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു, കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ കൂടുന്ന മഹാമാരിയിൽ നിന്നൊക്കെയും ഞങ്ങളെ എല്ലാം ദൈവമേ പ്രയാസത്തിൽ കൂടെയും പ്രശ്നങ്ങൾ കൂടെയൊക്കെയും കടന്നു പോയെങ്കിലും ദൈവമായ കർത്താവ് അവിടെ എല്ലാം ഓരോരുത്തരെയും അവസരമായി നടത്തിയ വഴികൾക്കായി സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. നീ ചെയ്യുന്ന നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നന്ദി കരയേറ്റുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം. ഇന്ന് ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ കാണുവാൻ തക്കവണ്ണം ദൈവമേ ഇടകളാന്ന് അടിയങ്ങൾക്കൊക്കെ സഹായിച്ചല്ലോ. സ്തോത്രം കർത്താവെ. കൂടുതൽ ബലപ്പെടുത്തിക്കാട്ട് കർത്താവെ. ദൈവമേ ദൈവകൃപയിൽ പൊതിഞ്ഞാട്ട് കർത്താവെ. തുടർന്നുള്ള സമയങ്ങളിലും കാലങ്ങളിലും ദൈവമേ അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവെ സഹായിക്കണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് കർത്താവെ അവിടുത്തെ വചനമുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങൾ ധൈര്യത്തോടെ എൻകറേജ്മെന്റോട് കൂടി കൂടുതൽ പ്രവർത്തിപ്പാൻ, കൂടുതൽ ശക്തീകരിപ്പാൻ ഉള്ള കാലങ്ങളിലും സമയങ്ങളിലും എല്ലാം എടുത്തുപയോഗിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരുടെയും കുറവുകളൊന്നും ഓർക്കരുതേ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. വിട്ടുപോയ വിഷയങ്ങളെ എല്ലാം ക്ഷമിക്കണമേ കർത്താവെ. അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവെ. ദൈവമേ കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം കർത്താവെ. കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവെ പ്രിയാത്ത എന്ന സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം കർത്താവെ. എല്ലാറ്റിലും മതിയായവനായി കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആത്മബോധത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും കാണും വരെ അടിയങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ കർത്താവെ. ദൈവമേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആവാസവും ഞങ്ങൾ എല്ലാവരോടും വിശേഷാൽ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും കൊച്ചമ്മമാരോടും ഞങ്ങൾക്ക് ഇന്ന് വിശേഷാൽ സ്പെഷ്യൽ സ്പീച്ച് നൽകിയ ഡോക്ടർ ജോളി ജേക്കബിനോടും യുവന സഖ്യത്തിന്റെയും
യൂത്ത് ഫോറത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ. Thank you. Thank you all.